ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ ഒമാനിൽ ഉള്ള മത്ര എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കാണാനായിട്ട് മീൻപിടുത്തക്കാരും അതുപോലെ തന്നെ കുറേ ആൾക്കാർ അവിടെ തന്നെ ഉള്ള ബംഗാളികളുമായിക്കോട്ടെ പാകിസ്ഥാനികളായിക്കോട്ടെ ഒരുപാട് പേര് ഇരുന്ന് മീൻ പിടിക്കുന്നതായിട്ട് കാണാം. മീൻ പിടിക്കുന്നത് മാത്രമല്ല, ഒരുപാട് മീനും കിട്ടുന്നുണ്ട്. അതേ പിടയ്ക്കുന്ന കണ്ടില്ലേ, ഒരുപാട് മീൻ അവർ പിടിച്ചെടുക്കുന്നുണ്ട്. അവർക്ക് അന്നത്തേക്കുള്ള കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരും അവിടെ നിന്ന് മീൻ പിടിക്കുന്നതായിട്ടുള്ള നല്ല സുന്ദരമായുള്ളൊരു ഇത് കാണാം. കൊണ്ട് ബാഗ് നിറച്ച് മീൻ കൊണ്ട് പോകുന്നതും. ഇവർ തീറ്റ ഇടുന്നത് ചെമ്മീനാണ് അവർ തീറ്റ ഇടുന്നത്. പക്ഷേ ഒരുപാട് മീൻ കിട്ടുന്നുണ്ട്. കൂടുതലും കിട്ടുന്നത് മത്തിയും അയിലയും ഒക്കെയാണ്. കൂടുതലും ബംഗാളി ടീംസാണ് കൂടുതലും അവിടെ ചൂണ്ടയിടുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ സ്ഥിരം ഒരുപാട് ആ ഏരിയയിൽ നിന്ന് തിരിയാൻ സ്ഥലം കാണത്തില്ല, അതുപോലുള്ള ക്രൗഡായിരുന്നേനെ. പക്ഷേ ഇവിടെ ലിമിറ്റായിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ. പിന്നെ ചൈനക്കാരും കൊറിയക്കാരും എല്ലാവരും ഉണ്ട്. അവർക്കും ഒരു എൻ്റർടൈൻമെൻറ്റുമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മീൻ നല്ല സുലഭമായിട്ട് കിട്ടും. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ചെറിയ മത്തിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ചേട്ടനാണെങ്കിൽ ഒരുപാട് മീനെ പിടിക്കുന്നുണ്ട്. ഒരു തമിഴ്നാട്ട് സ്വദേശിയാണ് ആ ചേട്ടൻ. ഒരുപാട് മീനെ പിടിക്കുന്നതായിട്ട് കാണാം. ഇടുക പൊക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജിയിലാണ് ആ ചേട്ടൻ്റെ ഒരു മീൻപിടുത്തം. ഞങ്ങൾ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. ആ ചേട്ടന് എന്താണോ ആ ചേട്ടന് കറിക്കും ഫ്രൈക്കും എല്ലാത്തിനുമുള്ള ഒരു മീൻ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും മത്ര അത് നല്ല ഒമാനിലെ തന്നെ ഏറ്റവും നല്ല മസ്റ്റ് വിസിറ്റഡ് പ്ലേസ് എന്ന് തന്നെ പറയാം. കാരണം അത്രയ്ക്കും മനോഹരമായൊരു പ്ലേസാണ്. ഇവിടെ കൂടുതലായിട്ട് ഡെവലപ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലത്തേക്ക്, മത്രയിലേക്ക്. കാരണം ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഇവിടെ ഫ്യൂച്ചറിൽ വരുന്നുണ്ട്. ഏകദേശം 2-3 വർഷത്തിന് ശേഷം ഈ മത്ര എന്ന് പറയുന്നത് ഒരു നല്ലൊരു നഗരമായിരിക്കും. കാരണം ടൂറിസ്റ്റുകളെ കൂടുതലും അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ ഫീച്ചേഴ്സും അവരടങ്ങിയാണ് ഈ മത്ര സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആ കടലിന് നടുക്കിരിക്കുന്ന കപ്പൽ തന്നെയാണ്. അത് രാത്രിയിൽ അതിൻ്റെ ആ മനോഹാരിത എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു വൈബാണ്. ആ ലൈറ്റ് മൊത്തം ആ കപ്പലിൽ നിറഞ്ഞ് കടലിലെ ആ വെള്ളത്തിൽ മൊത്തം ആ ലൈറ്റിൻ്റെ ആ ഒരു പ്രതിബിംബം വന്ന് നല്ല ഭംഗിയായിട്ടായിരിക്കും ഇത്. കാരണം കൂടുതലും ആൾക്കാർ നൈറ്റിൽ ഈ മത്രയിൽ വന്ന് വെറുതെ ഇരിക്കാറുണ്ട്. അത്രയ്ക്കും മനോഹരമായ ഒരു സ്ഥലമാണ് ഒമാനിലെ മത്ര എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒമാനിൽ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസ് എടുക്കുമ്പോൾ ആദ്യം തന്നെ ഓടി വരുന്നത് ഒമാൻ മത്രയാണ്. രാവിലെയൊക്കെ ഒരുപാട് മീനെ ഞാൻ പിടിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ സായാഹ്നത്തിലും അവർ ഒരുപാട് മീനെ പിടിച്ചുകൊണ്ട് പോകുന്നു. കാരണം അത്രയ്ക്കും നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ് മത്ര. ഒമാൻ എന്ന് കേട്ടാൽ ആദ്യം എല്ലാവരും മനസ്സിൽ ഓടി വരുന്നൊരു സ്ഥലമാണ് മത്ര. എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്ദി.